അപ്പോൾ ഇതിപ്പോൾ 4 വീഡിയോ ആവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയും അടുത്ത വീഡിയോയും ജസ്റ്റ് ലാസ്റ്റ് ദീർഘിച്ചുള്ള വീഡിയോ. അപ്പോൾ കുറച്ച് കൂടുതൽ പറയാം, 15 മിനിറ്റിനുള്ളിൽ കഴിയുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ദീർഘിച്ച് പറയുമ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ പറയും. ഇപ്പം ഞാൻ പറയുന്ന രീതിയാണ് ഞാൻ പറഞ്ഞ മലയാളം നമ്മൾ 34 വയസ്സോട്ട് പറയുമ്പോഴും ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഒരു സമയത്ത് ഉറച്ച് നിന്ന് പറയുമ്പോഴും നാവ് ചെറുപ്പത്തിലൂടെ ഉറച്ച് നിന്നിട്ട് കാര്യങ്ങൾ ഗൗണിച്ച് ഒരു കണ്ടറിയുമ്പോഴും പൂർണ്ണ അറിവോടെ ഒരു സമയം വെച്ച് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുക്കുകളും കുഞ്ഞുകളും അവർ അതിനനുസരിച്ച് സമയത്തിനൊന്നും ഉണ്ടായിട്ടില്ലേ, ആ സമയത്തിന് വരണ അർത്ഥമുണ്ട്. 2888/2000 എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് ഞാൻ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. ആ സമയത്ത് തൊട്ടുണ്ടായതും അത് കഴിഞ്ഞിട്ടും. അപ്പോൾ ഞാൻ ഈ പറയുന്നത് മലയാളം ലാംഗ്വേജ് ആണെങ്കിലും ഞാനൊരു ഒഴുക്കോടെ പറയണേ. അതിലുള്ള യൂസ് ചെയ്യുന്ന നമ്പേഴ്സും ആ സീക്വൻസസും ആ സ്ഥലങ്ങളുടെ പേരും ആ ഓരോരോ വൃത്തി ന്യായങ്ങളും അതൊക്കെ പറയുമ്പോൾ ആ ഒരു ഒഴുക്കോടെ പറയണേ. പാട്ട് പാടണ പോലെ തന്നെ. പാട്ട് പാടണവർക്ക് ഏത് ഭാഷയിൽ പാട്ട് കേട്ടാലും മനസ്സിലാവില്ലേ? അത് പറഞ്ഞാൽ ഏത് മെഡിറ്ററേനിയൻ ആയാലും യൂറോപ്യൻ ആയാലും കേൾക്കുമ്പോൾ മനസ്സിലാവും. ഏത് ഇന്ത്യ നോർത്ത് അവിടേക്കുള്ള കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു ഒഴുക്കോടെ ഞാൻ പറയണേ. ആ കേക്ക് മനസ്സിലാവും. ഒരു പിൻ അങ്ങനെ കേട്ടവർക്ക് മനസ്സിലാക്കാനുള്ളതുണ്ട്. അതിന് വലിയ ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. അവരുടെ ഉള്ളിൽ അവർ മനസ്സിലാവാണ്ട് കിടന്ന് ഉറങ്ങണ പോലെ കാണിച്ചാലും അത് അവൻ്റെ ഉള്ളിൽ തറച്ച് കയറിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇത് ആരെ പറയണതെന്ന് അവർക്ക് അറിയില്ലല്ലോ. ആ പറയണ രീതി ഞാൻ പറയുന്നുണ്ട്. ഒരു ഇത് പ്ലസ് വന്നിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കിട്ടേണ്ട നേരത്ത് കിട്ടും. അപ്പം നിങ്ങൾ ഈ അരുന്ന് കൂട്ടി വാങ്ങാൻ എന്തിനേ ഇങ്ങനെ വീണ്ടും സോഷ്യൽ വാക്കുകൾ പറഞ്ഞ അരുന്ന് കൂട്ടി വാങ്ങി എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ അരുന്ന് കൂട്ടി വാങ്ങും അല്ലേ? അപ്പോൾ ധൈര്യം ഇല്ലാത്തവരും തോൽക്കാൻ വരുമ്പോട്ട് വന്നിരിക്കുകയാണ്. തോൽക്കാൻ വരുമ്പോഴത്തേക്കും അരുന്ന് കൂട്ടി വാങ്ങാനായിട്ട് വീണ്ടും സോഷ്യൽ വാക്കുകൾ പറയണം അല്ലേ? ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ഞാനാണോ നിങ്ങളോട് പറയിപ്പിച്ചത്? നിങ്ങൾ അരുന്ന് കൂട്ടി വാങ്ങിച്ചോ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ വാക്കുകൾ. പിന്നെ നിങ്ങൾ വേറെ ഏതോ വിഡ്ഢിനെ സ്വപ്നം കണ്ടിരിക്കണം. നിങ്ങൾ സ്വപ്നം കാണാമെന്ന് പറയുമോ? വിഡ്ഢികളാരെങ്കിലും സ്വപ്നം കാണുമോ? അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ പോകണം. അപ്പോൾ അത് പറയാം. അല്ലെങ്കിൽ യേശുവ പറയോ നിങ്ങൾ ഗുട്കൊക്കെ കഴിച്ച് നടന്ന് യേശുവ വരെ ചെയ്യില്ല. ഗുട്കൊക്കെ കഴിച്ചോ, വീട് വലിച്ചോ, കള്ള് കുടിച്ചോ, എല്ലാ ദിവസവും കള്ള് കുടിച്ചോ അങ്ങനെ പറയൂ? അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളെയും ജീവനില്ലാത്തവരെയും മരിച്ചവരെയും ജൽപ്പനെയും ജപമാലയൊക്കെ ചൊല്ലിക്കുകയോ ജീവനില്ലാത്ത വിഗ്രഹങ്ങൾക്ക്? ജൽപ്പനയും ജപമാലയും ചൊല്ലുന്നത് യഹോവയ്ക്ക് ഒരു അരോചകമാണെന്ന് യേശുവയ്ക്ക് നന്നായിട്ട് അറിയാം. അരോചക എന്ന് പറയാം, ദേഷ്യ എന്നല്ല പറഞ്ഞത്. അരോചക എന്ന് പറയേണ്ട അർത്ഥം എന്താ? ഇവരിങ്ങനെ അരുന്നുകൂട്ടി വാങ്ങി പറയണം. ജപമാലയും ജൽപ്പന ചെയ്യണവരും ജീവനില്ലാത്ത വിഗ്രഹങ്ങൾക്ക് ചെയ്യണവർ എന്തായാലും അരുന്നുകൂട്ടി വാങ്ങും. ഒരു സമയത്ത് കിട്ടേണ്ട സമയത്ത് കിട്ടും. അത് അവരായിട്ട് അരുന്നുകൂട്ടി വാങ്ങുന്നത് യഹോവ ചെയ്യുന്നതാണോ? അല്ല. അവരുടെ ദുർബുദ്ധി, അവരുടെ ശോഷിച്ചാവസ്ഥ അവർ. അതുകൊണ്ട് ഞാനാണോ നിങ്ങളോട് പറയിപ്പിച്ചത്? നിങ്ങളെ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. വിഡ്ഢികളോട് എന്ത് റെസ്പെക്റ്റ്? അവർക്ക് തമ്മിൽ റെസ്പെക്റ്റ് ഇല്ല. ജീവനില്ലാത്ത അരിച്ച് പറഞ്ഞ് നടന്നിട്ട് തന്ത്രയുടെ നിലവിലെ റിട്ടാർഡിങ്സ് അനുകരിച്ച് ഈ ശോഷിച്ച വാക്കുകൾ പറയുമ്പോൾ അവർ തന്നെയാണ് റെസ്പെക്റ്റ് കൊടുത്താൽ പറയും. ഇങ്ങനെ തന്നെ ശോഷിച്ച വാക്കിന് അവരുടെ സ്വന്തം അറിവില്ലായ്മ അവരെ മുറിവേൽപ്പിക്കണം. മാസമായിട്ട് അരുന്നൂട്ടി വാങ്ങണം. നിങ്ങളുടെ ലാംഗ്വേജാണ് മാസം എന്ന് പറയുന്നത്. പല മാസം നടക്കുന്നുണ്ട്. വിവരമില്ലാണ്ട് പാതിരികളെ യേശു പറയും, നിങ്ങൾ വിലയില്ലാണ്ട് പാതിരികളെ കൊണ്ട് ചെയ്യിപ്പിച്ചോ ഒരു കുഴപ്പമില്ല അങ്ങനെ പറയാം. അപ്പോൾ മനസ്സിൽ വന്ന യേശു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഒരു നല്ല ഇമ്പോർട്ടൻസ് ആയിട്ട് വിലയോടെ കാര്യം ചെയ്തേക്കാം ഒരു മധ്യസ്ഥനുള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ മധ്യസ്ഥന്മാരും കുറേ ജീവിച്ചിരിക്കാത്ത മരിക്കുക എല്ലാവരും നാണാവില്ലല്ലോ. പറഞ്ഞ് കണ്ട് കേൾക്കാൻ വായിച്ചറിയാണ്ട് ഇങ്ങനെ കേട്ട മനസ്സിലാക്കവർ ഞാൻ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. എന്നിട്ട് കുറേ സ്ത്രീകളെ ആവശ്യമില്ല കുറേ സ്ത്രീകളുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ പാതിരികളുടെ ഒരു ആവശ്യമില്ല. എന്നിട്ട് അത് ചെയ്ത് വയ്ക്കുക വിലയില്ലാണ്ട് കുറേ മാസ് ചെയ്യണ്ടെന്ന് പറഞ്ഞത് ചെയ്യിക്കുക. അപ്പോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞത് ചെയ്തോന്ന് പറയുമോ യേശുവാ? നിങ്ങൾക്ക് നാണാവില്ലേ? വിവരം എന്താ വിഡിത്തെന്താ തിരിച്ചറിയാൻ പറ്റാത്തത്? അപ്പോൾ അത് തീർന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ യേശുവ അന്ന് ഇപ്പോൾ എല്ലാ സമയത്തിനനുസരിച്ച് 12 വയസ്സ് 12 എന്ന് കാണിക്കണ പോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയാം 12 വയസ്സ് കാണാതായി എന്ന് പറയാം. 2000 ഇപ്പോൾ ഞാൻ 12 വയസ്സ് തികയുമ്പോൾ 12 അനിയൻ്റെ ബർത്ത്ഡേ. ഇപ്പോൾ എൻ്റെ 2888 കൂട്ടുമ്പോഴും 1988 കൂട്ടുമ്പോൾ 26 വരണം രണ്ടും. 2 × 6 12 12 സമയത്ത് കൂട്ടണ്ട. 2 + 6 7 8 88 തന്നെ വരണം അടുത്തടുത്ത്. അപ്പോൾ ആ 12 തന്നെയാണ് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ കിട്ടുക. അനിയൻ ആ ഡയബറ്റീസ് കിട്ടുന്നത്. അതിൻ്റെ മക്കളുടെ അത് അടുത്ത അടുത്തതിൽ പറയാം. എന്നുവെച്ചാൽ 889 ഇമേജ് എനിക്ക് എന്തോ അത്
അത് കഴിഞ്ഞ് 1999 27+1 28 2000 888 12 വയസ്സ് തികയുമ്പോൾ അപ്പോൾ അതിന് ഈ 12 വയസ്സ് കാണുന്നതുകൊണ്ട് 12 ശിഷ്യന്മാർ തിരഞ്ഞെടുക്കുന്നതും തോണ്ടി വിളിച്ചിട്ട് യേശുവയ്ക്ക് അന്നൊരു സ്നേഹം കൊടുക്കുന്ന രീതി ഉണ്ട്. പരസ്യ ഫ്രണ്ട്സായിട്ട് അന്ന് പോൺ വീഡിയോസും മേടിക്കലും അതൊക്കെ ലവ് വീഡിയോസ് കാണുന്നത് അതൊക്കെ ചെയ്തേനെ അന്നുണ്ടായിരുന്ന 2000 വർഷം മുമ്പ്. അപ്പോൾ ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്ന മൈക്കൊക്കെ ഉണ്ടാക്കാൻ ചെയ്യണത് അന്ന് ഇപ്പോൾ കുരിശിൽ സാക്രിഫൈസ് ചെയ്യണമെങ്കിൽ അത് അന്ന് തീർന്നു. അപ്പോൾ വലിയില്ലാണ്ട് ചെയ്യേണ്ടെന്ന് പറയണേ. അപ്പോൾ ചെയ്തിരുന്നെങ്കിൽ അത് അങ്ങനെ തീർന്നത്. പക്ഷെ ഇത് അന്ന് ഉണ്ടായി, 2000 വർഷം മുമ്പ് ഉണ്ടായി. അന്ന് ലവ് വിഡ് ഫ്രണ്ട്സായിട്ട് സ്നേഹം കൊടുക്കലും ബർത്തലോമിയോ അവരൊക്കെ രാത്രി ഇടപഴകി അത് സ്നേഹം കൊടുക്കലാണ്. എന്തെങ്കിലും ജസ്റ്റ് ഷെയറിങ് മെൻറ്റാലിറ്റി കാണിക്കണം. വൈൻ ചെറിയൊരു ഇത് കുടിക്കുന്നത്. പക്ഷെ അവരൊക്കെ ശിഷ്യന്മാരിൽ ഇപ്പോൾ കുറച്ച് മത്തായിട്ട് ഉറങ്ങി കിടക്കുന്നുണ്ടാവും. ശേഷം ഉണർന്നതിന് പ്രാർത്ഥിക്കണ ടൈപ്പാണ്. അപ്പോൾ അത് പറയാം. അപ്പോൾ എന്തെങ്കിലും സ്നേഹം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉള്ളു അതിൽ കുറ്റം പറച്ചിലില്ല. യേശുവയ്ക്ക് എങ്ങനെ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. കുട്ക കഴിക്കലില്ല, ബീഡി വലിക്കില്ല, അന്നൊക്കെ അങ്ങനെയുള്ളവരൊക്കെ കഴിക്കണവരുണ്ടാവും. ഡ്രഗ്സ് വ്യത്യാസമുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്നത്തെ ഗുട്കയും അതൊക്കെ അന്ന് വേറെ ടൈപ്പിലുണ്ടാവും. അപ്പോൾ അത് കഴിച്ച് നടക്കുന്നവരും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നല്ല വൃത്തിയിലും ക്ലീനിലും ഗുട്ക കഴിഞ്ഞു മുഞ്ഞെന്ന് അന്നത്തെ അവരുടെ അരമായിക്ക് ഭാഷയിൽ അരം എന്നല്ല അരമായിക്ക് ഭാഷയുടെ അരമ കാണിക്കണം ഇവിടെ മലയാളത്തിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ പറയുമ്പോൾ അന്ന് അത് പറയാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ അരമായിക്ക് ഭാഷയിൽ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കലും തമ്മിൽ കുറ്റം പറച്ചിൽ യേശുവയ്ക്ക് ഇല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സാക്രിഫൈസിലൊരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഈ 12 വയസ്സ് കാണേണ്ട 25 വയസ്സിൽ അങ്ങോട്ടാന്ന് തോന്നുന്നു കാന എന്ന് പറഞ്ഞ കല്യാണം വരുന്നതിൽ യേശുവ അവിടെ വിരുന്ന് ക്ഷണിച്ച് അവിടെ ഒരു റൂമിൽ ഉറങ്ങിയിട്ട് കുറേ നേരം എഴുപ്പിക്കണം അറിയാം. എഴുന്നേൽപ്പിക്കും പറഞ്ഞിട്ട് എഴുന്നേൽപ്പിക്കണം. പക്ഷേ എഴുന്നേൽക്കണല്ലേ. എഴുന്നേറ്റ് നീ ഒന്ന് വാ, വീഞ്ഞ് തീർന്നു ആക്കണം പറയുമ്പോൾ ആ വീഞ്ഞ് തീർന്ന് ആക്കിയ കാര്യം എന്ന് ഞാൻ വരാം. അപ്പം സിനിമ ഡയലോഗൊക്കെ ഞങ്ങൾ ഇവിടെ സിനിമ ഡയലോഗിൽ അവർ പറയും സാധാരണ പോലെ പറയാം. അങ്ങനെ എൻ്റെ ടൈം ഇതുവരെ ആയിട്ടില്ല, അങ്ങനെ ശരി ഞാൻ പിന്നെ വരാം, കുറച്ച് നേരം വരാമെന്ന് പറഞ്ഞിട്ട് അയാളുടെ സിനിമ ഡയലോഗിൽ നിങ്ങൾ അതൊക്കെ കണ്ട് വിശ്വസിക്കാൻ വിഡ്ഢികളാണോ? അതൊരു ആര് പറപ്പിച്ച് പറഞ്ഞ പോലെ എൻ്റെ സമയം ഇതുവരായിട്ടില്ലല്ലോ അവളുടെ പോയിട്ട് ഇങ്ങനെയൊക്കെ പറയണതിൽ എന്തിട്ട് അർത്ഥമുള്ളത്? ഒരു നല്ല ലൈഫിനനുസരിച്ച് ഒഴുക്കോടെ കാര്യങ്ങൾ വരേണ്ടത് കാണിക്കണം. അതിനെ കൃത്രിമമായി വെഡ്ഡി ക്യാമറയുടെ മുന്നിൽ കാണിക്കണം. വിശ്വസിക്കാൻ നിങ്ങൾക്ക് നാണാവില്ലേ? അതും ഈ വെഡ്ഡി ജീവനകത്ത് ആരാച്ച് വിലയില്ലാണ്ട് പാതിരികളുടെ ആവശ്യമില്ല, അതുകൊണ്ടൊക്കെ ചെയ്യിപ്പിച്ച് ഒരു മധ്യസ്ഥനുള്ളത് കൊണ്ട് വിലയില്ലാണ്ട് ഓരോന്ന് പുറമോടി സ്ത്രീകളെയൊക്കെ ആരാധിച്ചിട്ട് പറയാം. അപ്പോൾ അത് പറഞ്ഞ രീതി എന്നിട്ട് അപ്പോൾ യേശു പറയണ്ട് ഞാനാണിത് ചെയ്തതെന്ന് ഇവരോട് പറയരുതെന്ന് പറഞ്ഞിട്ട് വീണ്ടും മുറി കയറുന്നുണ്ട്. അവർ ഈ വീഞ്ഞ് സൽക്കാരത്തിനുള്ളിലില്ല, ഭക്ഷണം കഴിച്ച് പിന്നെ അവർ വീട്ടിൽ പോകണം. അപ്പോൾ ഇവർ ബാക്കിയുള്ളവർ അറിഞ്ഞില്ലെങ്കിലും വീട്ടിലിരിക്കുമ്പോൾ ഈ മറിയം പ്രതിമയല്ല ആ സമയത്ത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മറിയത്തിന് വരെ പ്രതിമയോട് യോജിപ്പില്ല, യേശുവിനും പ്രതിമയോട് യോജിപ്പില്ല വിഗ്രഹാരാധനയ്ക്ക്. അപ്പോൾ ഈ 500 വർഷം ഈ 2000 മരിച്ചിട്ട് 500 വർഷം കഴിഞ്ഞിട്ടാണ് ഈ റോമൻ എംപയർ വെഡിത്തം കൊണ്ടുവന്നത് പരത്താൻ. എന്ന് ചപ്പാത്തി പരത്തണ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളൊരു പലതരം യവം കൊണ്ടുണ്ടാക്കിയ പലതരം ബിഗ് ബ്രെഡ്സൊക്കെ ഉണ്ടാക്കും. അതിനൊക്കെ വേറെ പേരുകളുണ്ട്, കുബൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ഓരോ വെഡിത്തം എഴുന്നള്ളിച്ചാൽ ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കേൾപ്പിക്കാൻ നിങ്ങളുടെ വെഡിത്തരം എഴുന്നള്ളിപ്പിക്കുകയാണ്. നിങ്ങളുടെ ലോവർ ക്വാളിറ്റി, നിങ്ങളുടെ അറിവില്ലായ്മ, നിങ്ങളുടെ സങ്കോചിതമായ മനസ്സ് അവിടെ ഇവിടെയും പറയുമ്പോൾ നിങ്ങളുടെ സങ്കോചിതമായ മനസ്സ് മാറ്റി അറിവ് വികസിക്കാൻ പഠിക്കുക. എന്തെങ്കിലും വിഡിത്തം പറഞ്ഞു തരുമ്പോൾ അത് മാറി സ്ട്രോങ് ആയിട്ട് ചോദിക്കാനും അവരോട് ഈ പാതിരികൾ ആവശ്യമില്ല എന്നിട്ട് ആ പാതിരികൾ ചെയ്യുമ്പോൾ അവരോട് ചോദിക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ, പിന്നെ നിങ്ങൾ എന്തിനാ റിപ്പീറ്റ് ചെയ്ത് വിലയല്ലാണ്ട് ചെയ്യുന്നുണ്ട് ചോദിക്കുമ്പോൾ അവർ പറയാം അതൊന്നും ഇല്ല, അവരുടെ ജോലി നേരത്തെ പറയാം അതൊന്നും ഇല്ല, അവരൊക്കെ പറയുന്നത് വെറുതെ അങ്ങനെയല്ലേ പറയണേ. കറക്റ്റായിട്ട് എനിക്കറിയാം അവരെന്താ പറയണതെന്ന്, വെറുതെ പറയണത് ഇതൊക്കെ കുഴപ്പമില്ല നമ്മൾ. അപ്പോൾ നിങ്ങൾ അയ്യോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറി വരും. നിങ്ങളിത് കേട്ടിട്ട് തിരിഞ്ഞ് വീട്ടിൽ കയറിയിട്ട് അതേ വെഡിത്തം വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഞാൻ എന്നെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കണം. ഞാൻ പറയാം, എന്നെക്കുറിച്ച് സ്വന്തം കാര്യം നോക്കി ധൈര്യമായിട്ട് സന്തോഷമായിട്ട് സ്വന്തം കാര്യം നോക്കണവരുടെ ഇടയിൽ കയ്യിൽ നിങ്ങളുടെ വെഡ്ഡി തല ഇടരുത്, അല്ലെങ്കിൽ അവരുടെ തലയിൽ നിങ്ങൾ കൈ ഇടരുത്. മനസ്സിലായോ? തത്രപ്പെട്ട് ജോലി ചെയ്യുന്ന തത്രപ്പെട്ട് കല്യാണം കഴിക്കണ പോലെ അല്ല അത്. അപ്പം ജോലി ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ചെയ്യണം, ഏത് സമയത്ത് എന്ത് ചെയ്യണം ആ രീതിയിൽ തന്നെ വരണം. അപ്പോൾ അതുപോലെ റിജു ഷിജിയുടെ കാര്യം, റിജു വിപുലേഷൻ എന്നൊക്കെ പറഞ്ഞ സോങ് ഉണ്ട്.
മേരീസ് ബോയ് ചൈൽഡ്, അതിലൊക്കെ ഹാർക്ക് ദ ഹെറാൾഡ് ഏഞ്ചൽ സിംഗ്, അങ്ങനത്തെ കുറേ സെക്കൻഡ് ബർത്ത് അല്ലെങ്കിൽ സെക്കൻഡ് ബർത്ത് അങ്ങനത്തെ കുറേ മീനിങ് വെച്ചിട്ട് പാട്ടുകൾ ഉണ്ടാക്കുന്നത്. വൈറ്റ് ആണോ യെല്ലോ ആണോ ബ്ലാക്ക് ആണോ എന്ന് അറിയില്ല എന്നൊരു നെയ്ബേഴ്സ് എല്ലാവരുമായിട്ടൊരു ഒരു സംരക്ഷണം, ഒരു സമാധാനം കൊണ്ടുവരുന്ന പീസിൻ്റെ അർത്ഥം 2 എന്നാണ്. അപ്പോൾ 2 പേരിൽ കാണിക്കും. അപ്പോൾ ആ രീതിയിൽ കൊണ്ടുവരുന്ന രീതിയൊക്കെ അന്നേ തൊട്ട് മ്യൂസിക്കിലൂടെയും ആ രീതിയിൽ വരുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഈ വിഡിത്തം കേട്ടിട്ട് എന്താ അവരുടെ ആവശ്യമില്ല പറഞ്ഞിട്ട് ആ ആവശ്യമില്ലാത്തവരോട് ചോദിച്ചറിയാൻ കൂടി നിങ്ങൾക്ക് ഹെൽപ്പില്ല. അവർ പറയണ വിഡിത്തം അതേപോലെ കണ്ട് വായിച്ചറിഞ്ഞിട്ടില്ല, പിന്നെ ഇങ്ങനെ കേട്ട മനസ്സിലാവുക. അപ്പോൾ അത് തീർന്നു. അപ്പോൾ നിങ്ങളുടെ തന്തയുടെ തലയുടെ റിട്ടയർഡ് നേച്ചർ അതുപോലെ അനുകരിച്ച് നിങ്ങളുടെ ധൈര്യമില്ലാത്ത ശോഷിച്ചാവസ്ഥ വീണ്ടും നിങ്ങൾ മാറാൻ പോകുന്നത് എനിക്കറിയാം, അതെനിക്ക് പറയണേ. അപ്പോൾ അതേ ടൈപ്പ്. അപ്പോൾ ഈ ശിഷ്യന്മാർ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? ഞാൻ പറയാം, ഏതെങ്കിലും ഹിന്ദിക്കാർ മലയാളി ഗൂണ്ട് പറഞ്ഞാൽ ഇത് പറയുമോ? നിങ്ങൾക്ക് വ്യത്യാസം അറിയില്ല ഇപ്പോഴും. അപ്പോൾ ക്ലീശകളായാലും പറയണമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയ കാനയിലെ കല്യാണം വരുന്നത് കഴിഞ്ഞ് 25 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇവർ ബാക്കിയുള്ള പബ്ലിക്കായിട്ട് ഇവർ അധികം ഒന്നും അറിയില്ല. 12 വയസ്സ് കണ്ട നിങ്ങൾക്ക് അറിയാം, അങ്ങനെ അറിയാം, ഇവർ ആരാന്നൊക്കെ അറിയാം. പക്ഷേ ഔസേപ്പ് പിതാവ് അപ്പോഴേക്കും 25-26 വയസ്സേക്ക് മരിച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ അവർക്ക് മറിയം പ്രതിമയായിട്ട് ഇരിക്കല്ല, നിങ്ങൾ പ്രതിമകളെ ആരാധിക്കുന്നത് മറിയം ജീവനില്ലാത്തതിനെ ആരാധിക്കണല്ലേ. അപ്പം നിങ്ങളിങ്ങനെ കുറിയെന്ന് ഞാൻ പറയുള്ളൂ, അത് നിങ്ങൾ തെറ്റിദ്ധരിച്ച് പറയിപ്പിക്കാനാണ്. മറിയത്തോട് എനിക്ക് വേണ്ടതൊന്നുമല്ല. കുറിയത്തിൻ്റെ പ്രതിമ ആരാധിച്ച് നടക്കുന്ന ഒരു കാര്യമില്ല. കുറിയത്തിന് ഔസേപ്പിതാവിൽ നിന്ന് പിന്നെയും 6 ആൺമക്കളുണ്ടായിട്ടുണ്ട്, പിന്നെ ഒരു പെൺമോ അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് വീട്ടിൽ ഇരിക്കുക, അതാണ് അവർ ആരാധിക്കരുത്. സ്ത്രീകളെയും ഹ്യൂമൻസിനെയും മൃഗങ്ങളെ ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവം അതല്ല. സാക്രിഫൈസ് വിലയോടെ ചെയ്തത് അത് നോക്കി കാണുക, മനസ്സിലാക്കുക. അതായത് ജീവനില്ലാത്തതിനെ ആശ്രയിച്ചും വിലയില്ലാണ്ട് ചെയ്യണ പാതിരികളുടെ ആവശ്യമില്ല പറഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് എന്നാലേ കേട്ടറിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. നമ്മൾ വായിച്ച് മനസ്സിലാക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അവർ ഭക്ഷണത്തിലിരിക്കുമ്പോൾ 26 വയസ്സായിട്ട് അപ്പോൾ ഈ മരപ്പണിയൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. കുറച്ച് കാശ്, നല്ല റിച്ച് പേഴ്സൺ തന്നെയാണ് യേശുവയുടെ കുടുംബം. കടിഞ്ഞൂൽ പുത്രനാണ്, മൂത്ത പുത്രനാണ്. താഴെ ഒരു 6 ആൺമക്കളുണ്ട്, ഒരു സിസ്റ്ററുണ്ട്. അപ്പോൾ ബൈബിൾ തന്നെ എഴുതിയിട്ടുണ്ട്, മത്തായി ഇതിൽ എഴുതിയിട്ടുണ്ട്, ശിഷ്യന്മാരെന്നെ എഴുതിയിട്ടുണ്ട്. അതൊന്നും വായിച്ചറിയാണ്ട് നിങ്ങൾ ഇപ്പോഴും തന്നെ. അപ്പോൾ സഹോദരന്മാരും സിസ്റ്ററും കൂടെ ഇരിക്കുമ്പോൾ രാത്രി ഉറങ്ങാൻ പോണ മുമ്പ് ഭക്ഷണത്തിരിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, നീ ഇപ്പോൾ കാനയിലെ കല്യാണമൊക്കെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അനിയന്മാർ പറയാം, അവർ ചിരിച്ച് തമാശയൊക്കെ പറയേ. അപ്പോൾ മൂത്തവനോട് പറയാം. അപ്പോൾ മൂത്തവന് കന്യകയാന്നൊക്കെ അറിയായിരിക്കും, പക്ഷെ അധികം അവരതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണല്ലേ. അപ്പോൾ അത് റോമൻസ് എന്ന് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു, അത് പറയാം. അപ്പോൾ അവർ പറയും, നീ ഇപ്പോൾ നിനക്ക് മരപ്പണിയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ, നിനക്ക് അത്രയ്ക്ക് ഫേമസ് ഒക്കെ ആവണമെങ്കിൽ നീ ഇറങ്ങി നടക്ക് പുറത്തൊക്കെ, നിനക്ക് നമ്മുടെ അങ്ങനെയൊക്കെ പറയും. ബൈബിളിലൊക്കെ അന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കന്യകയെന്നൊരു അങ്ങനെയൊക്കെ ആ ഒരു തക്കാളി തമാശ പോലെ. അങ്ങനെയാണെങ്കിൽ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ 2 കുരിശുമേൽ തറക്കപ്പെടും, അങ്ങനെയൊക്കെ പറയണല്ലേ. അങ്ങനെ ഇറങ്ങി നടക്കാൻ പറയും, അങ്ങനെ പ്രീച്ച് ചെയ്യാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ മരപ്പണി കുറച്ച് 5 വർഷമൊക്കെ ചെയ്ത് 30 വയസ്സിൽ ഇറങ്ങണേ. 30 വയസ്സിൽ ബാപ്റ്റിസം ചെയ്തിട്ട്. അപ്പം 3.5 വർഷമായില്ല അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, യഹൂദിയരാണ് യേശു ഫേമസ് ആവാൻ കാരണം അല്ലേ. ശിഷ്യന്മാരൊക്കെ സ്പ്രെഡ് ചെയ്ത് യഹൂദിയെ തന്നെ അവരെ കൊല്ലാൻ കാരണം. അപ്പോൾ യഹൂദിയയ്ക്ക് അത് മുതൽക്കൂട്ടുള്ളൂ. അതുകൊണ്ട് ഹിറ്റ്ലർ ചെയ്ത വിഡിത്തം വളരെയേറെ വിഡിത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് അരുന്നൂട്ടി വാങ്ങി ചത്തത്. അപ്പോൾ അവർക്ക് വിവരമില്ല, ജർമ്മനിലായാലും എന്തായാലും. അപ്പോൾ ജർമ്മനാണെങ്കിൽ ജർമ്മൻ്റെ ഓത്തൻറ്റിസിറ്റി കാണിക്കണം അല്ലേ. ഓരോരുത്തരുടെ പ്രത്യേകത അവർ കാണിക്കണം. അത് ഇപ്പോൾ വന്നിട്ടുണ്ട് അവിടെ ജർമ്മനിൽ. ഇപ്പോഴാണ് അവർക്ക് ഹിറ്റ്ലറിൻ്റെ വിഡിത്തം അവർക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ ജർമ്മനിൽ പറയാം കുറേ ജൂവിഷ് ആൾക്കാർ അവിടെ താമസിക്കണം, അതൊക്കെ പറയാം. അപ്പോൾ ഇസ്രായേലിൽ മാത്രമല്ല. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഈ യഹൂദിയർക്ക് മുതൽക്കൂട്ടുള്ളൂ. അപ്പോൾ ഈ 3.5 വർഷം എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. 30 വയസ്സിൽ ബാപ്റ്റിസം ചെയ്തിട്ട് ഈ പ്രാവ് വന്ന് അതൊക്കെ കണ്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്രാവ് വന്ന് തലേമ വന്ന് ചിറകടിച്ച് പോയി എന്നൊക്കെ പറയുന്നത് അത് പരിശുദ്ധ ആ രീതിയിൽ തന്നെ പറയണേ. പ്രാവ് എന്ന് പറയുമ്പോൾ പീസ്ഫുളിൻ്റെ ഒരു സിമ്പിളാണല്ലോ. അന്നും ഡോവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിലും അരമൈക്ക് ഭാഷയിലും അങ്ങനെ ആയിരിക്കും. അന്ന് ഇംഗ്ലീഷൊന്നും കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാ മനുഷ്യർക്കും അറിയാം പ്രാവ് എന്ന് പറയാൻ അന്നേ തൊട്ട് ഏത് പ്രാചീനമായ സമയത്ത് തൊട്ടാണെങ്കിലും പ്രാവ് എന്ന് പറയുന്നത്, ഡോവ് എന്ന് പറയുന്നത് പീസ്ഫുളിൻ്റെ
പീസിൻ്റെ ലക്ഷണമാണ് 2 അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ 30 വയസ്സിൽ ബാപ്റ്റിസം ചെയ്യുന്നു, അതൊക്കെ കണ്ട് അറിഞ്ഞ് വരുന്നതാണ് അവർ എഴുതിയിരിക്കുന്നത്. എന്തൊക്കെ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട്? അത് ഓർമ്മ നിൽക്കാൻ, എല്ലാവർക്കും അറിയാനായിട്ട്. അപ്പോൾ ഈ ശിഷ്യന്മാർ അല്ലെ മീൻകാരൊക്കെ തോണ്ടി വിളിച്ച് ബർത്തലോമിയും എല്ലാം സ്നേഹിച്ച് വിളിച്ചിട്ട് അവർ മീൻകാരുടെ ജോലിയും ചെയ്യും, ഈ ജോലിയും ചെയ്യും, ശിഷ്യന്മാർ പ്രീച്ച് ചെയ്യും. അപ്പോൾ അവർ എന്താ ചെയ്യണം? യേശുവൊക്കെ ഫ്രീക്ക് വേണ്ടി ചെയ്തിരുന്നത്. കുറ്റം പറച്ചിലില്ല അതിനൊന്നും. ഫ്രീ ആയിട്ട് കുട്ടിക്കും റോഷത്ത് കഴിക്കലില്ല, പറയില്ല, ഫ്രീ ആയിട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള പാതിരിയുടെ ആവശ്യമില്ല. കാശിന് വേണ്ടി നിങ്ങൾ ഇത്ര ഒരു കാശ് ഇടും, എന്നാലേ ഞങ്ങൾ പ്രസംഗിക്കുള്ളൂ, ഒരു ദിവസം പ്രസംഗിക്കുള്ളൂ, അതുപോലെയല്ല. ഒരു 3-4 മണിക്കൂർ ഫ്രീ ആയിട്ട് ഇത്ര ഒരു 1000 പേർക്ക് ഉണ്ടെങ്കിൽ മലമുകളിൽ അന്നപ്പോൾ ഈസി വേ തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഈസി വേ എന്താ? ടെക്നോളജി വന്നിട്ടുണ്ട്. അപ്പോൾ വാർത്തമീന് മൈക്കിലൂടെ വേണ്ടെങ്കിൽ മൈക്കിലൂടെ പറയാത്തത് എന്തുകൊണ്ടാണ് ഞാൻ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ പറയാൻ പറ്റുള്ള ഒരു സംപ്രേഷണ രീതിയിൽ അകത്ത് സംസാരിക്കണ പോലെയല്ല പുറത്ത് സംസാരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ കാണണ പോലെ പുറത്ത് സംസാരിക്കണ രീതി പോലെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ 2000 വർഷം മുമ്പ് ടെക്നോളജി മൈക്കൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഇപ്പോൾ ലയണൊക്കെ വന്ന് ക്ലിഫിൻ്റെ മുകളിൽ കയറി നിന്ന് ബാക്കിയുള്ള മൃഗങ്ങൾ റോറ് ചെയ്യും. റോർ ചെയ്താലാണ് കാറ്റത്ത് മുഴുങ്ങി എല്ലായിടത്തും കേൾക്കുള്ളൂ. ഇപ്പോൾ വുൾഫാണെങ്കിലും ആരാണെങ്കിലും. അപ്പോൾ അതുപോലെ തന്നെ യേശു അവിടെ മൗണ്ടൻ്റെ മുകളിൽ കയറി നിന്ന് താഴെ ജനങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കണം. നല്ല ശബ്ദത്തിൽ, കാറ്റാണ്, നല്ല ഇസ്രായേൽ പ്രദേശം, മെഡിറ്ററേനിയൻ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല കാറ്റും ഏരിയയുള്ള പ്രദേശമാണ്. അപ്പോൾ നല്ല ശബ്ദത്തിൽ പറയണ എല്ലാ കാര്യങ്ങളും, നല്ല അറിവുള്ള കാര്യങ്ങൾ വരാനാണ് നാവ്, ജീവനുള്ള ദൈവത്തെ പുകഴ്ത്താൻ. അപ്പോൾ അത് ക്വാളിറ്റി ഉള്ളതാണ്. നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങൾ ലോവർ ക്വാളിറ്റി നിങ്ങൾ കാണിക്കണം. നിങ്ങൾ തന്തയുടെ റിട്ടാർഡ് നേച്ചർ അത് മാറ്റാൻ ശ്രമിക്കുക. പിന്നെ അപ്പോൾ അത് ഫ്രീക്ക് ചെയ്യണം, കാശ് മേടിച്ചിട്ടല്ല. ഇപ്പോൾ ഭക്ഷണം വിതരണം ചെയ്യുകയാണെങ്കിലും അത്ഭുതങ്ങൾ എന്തെങ്കിലും അന്ന് ചെയ്യണ ടൈപ്പ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഫ്രീക്ക് ചെയ്യണം. എന്തെങ്കിലും കണ്ണ് കാണാത്തവർ ലെയിം പേഴ്സൺ സുഖപ്പെടുത്തുമ്പോഴും ബെത്സദ പറയും ഫ്രീ ഒക്കെ ചെയ്യണം, പക്ഷെ കാശ് ഒന്നും ചോദിക്കില്ല. ഇത് ഞാനാ ചെയ്തതെന്ന് പറയരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് നീങ്ങി പോകും, സ്പീഡിൽ തന്നെ നീങ്ങി പോവാം. ഞാനത് ചെയ്തതെന്ന് പറയരുതെന്ന് പറയും, പക്ഷേ ഇവർ പറയും ഞാൻ വന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പറയണേ. ഈ ബഗേഴ്സും ലെയിം ആൾക്കാരും കണ്ണാടത്തവർ പറയും. അപ്പോൾ ഇവർ ബോട്ട് കയറി അടുത്ത കഫറിനോ അങ്ങനെ കുറേ റിവേഴ്സും അങ്ങനെയൊക്കെ ഉണ്ട്, അത് സീയൊക്കെ കടന്ന് പോകും. പക്ഷേ ഈ കരയിലുണ്ട്, ആ കര വരെ എത്താൻ അധികം നേരം എടുക്കില്ല. പറയരുതെന്ന് പറയും, പക്ഷെ പറയും അവരൊക്കെ, എന്നുവെച്ചാൽ അവരുടെ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അന്നും യേശുവിനെ പെണ്ണും കണ്ടെന്നൊക്കെ അങ്ങനത്തെ അവരുടെ ലാംഗ്വേജിൽ പറയും. പക്ഷേ ഞാൻ പറയും, ഇപ്പം നിങ്ങളുടെ ഒരു വിശ്വാസത്തിൻ്റെ കാലം കൃപയുടെ കാലമാണ്, ആ പേരിലല്ല വരാം. അപ്പോൾ കൃപയുടെ കാലം എന്ന് പറയുമ്പോൾ ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തേണ്ട നാവ് നിങ്ങൾ സൂക്ഷിച്ച വാക്കുകൾ പറയുമ്പോഴാണ് നിങ്ങൾ വീണ്ടും മരുന്ന് കൂട്ടി വാങ്ങുന്നത്. സമയത്തിന് എല്ലാ കാലത്തിനും കണ്ടിട്ട് വീണ്ടും ആ മരുന്ന് കൂട്ടി വാങ്ങൽ നിങ്ങൾക്ക് നാണാവില്ലേ? അത് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ അന്ന് ഈജിപ്ഷ്യൻ അടിമത്തത്തിൽ കിടക്കുന്ന ടൈപ്പിലുള്ള കാലമല്ല. ഈജിപ്ഷ്യത്തെ അടിമത്തത്തിൽ ഒരു 6000 വർഷം ഏഷ്യയുടെ സമയത്ത് മുമ്പുള്ള ആ ഒരു സമയത്തുള്ള കാലം, ഈ പ്രവചിക്കണ മുമ്പുള്ള കാലം അവർ ഈജിപ്ഷ്യൻ അടിമത്തത്തിലെടുക്കുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടിൽ കൂട്ടായിട്ട് താമസിച്ച് ഭക്ഷണം കൂടി കിട്ടാണ്ട് ഇങ്ങനെ നടന്ന സമയമൊക്കെയായിരുന്നു മോസസൊക്കെ വന്ന് മോചിപ്പിക്കുന്നത്. അപ്പോൾ അതല്ല, ആ കാലമല്ല. ഇപ്പോൾ റോമൻസിൻ്റെ അടിമത്തത്തിൽ എടുക്കുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ കാലം. അവർ റോമൻസും ജൂവിഷ് സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരെ അറിഞ്ഞിട്ട് റോമൻ സോൾജേഴ്സായിട്ട് മീൻസ് സെക്സ് ലൈഫ് സംഭവമൊക്കെ ഉണ്ട്, അത് ഹിസ്റ്ററി കണ്ടറിയാം. അപ്പോൾ പക്ഷെ അവർക്ക് അതിൽ കുഴപ്പമില്ലാന്ന് എന്നുവെച്ചാൽ അവർക്ക് കുറേ റോമൻസും ജൂവിഷായിട്ട് കാശായിട്ട് ഇടപാടുണ്ട്. വീടുകളൊക്കെ നല്ല നല്ല നിരയായിട്ട് നല്ല സെറ്റപ്പിൽ കിടക്കുന്നുണ്ട്, വീടുകളും വെള്ളവും എല്ലാ ഫുഡും മാർക്കറ്റും എല്ലാം നല്ല നല്ല വിശ്വാസത്തിൻ്റെ കാലം എന്ന് പറയാം. ആ സമയത്താണ് യേശു വരുന്നത്. അപ്പോൾ എനിക്ക് പറയാം വെച്ചാൽ മറിയം റോമൻസിന് ഉണ്ടായിക്കണമെന്ന് പറയാം. അതുകൊണ്ട് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ കാര്യം. അപ്പോൾ യൗസപിതാവ് അവരെ സ്വീകരിച്ചു. അല്ലെ യൗസപിതാവ് പറയില്ലേ, അങ്ങനെ പറയും, പൊയ്ക്കോന്ന് പറയില്ലേ? ഇല്ല, സ്വീകരിച്ചു. അതാണ് വിശ്വസിച്ചു. ഞാൻ എന്താണ് ഇനിയിപ്പോൾ നമുക്ക് അത് ഒരു കന്യകയുടെ രീതിയിൽ കാണിക്കണം. അതിൽ എന്താ പറയുക, ഈ മനുഷ്യരുടെ കുരുട്ട് ബുദ്ധിയും വിശ്വാസത്തിൻ്റെ ഒരു കാലം പറഞ്ഞില്ലേ, മനുഷ്യരുടെ കുരുട്ട് ബുദ്ധിയും ഈ ജീവനില്ലാത്ത ആരാധിക്കണം, അതൊന്നും അതിലേക്ക് വരണല്ലേ. അവസരമാണ് ഞാൻ സ്വീകരിക്കാം എന്നുള്ള അവർ കാണുമ്പോൾ മുഖം, ഞാൻ പറയും, ഒരു മുഖം കാണുമ്പോൾ ഒരു ഇമ്പം കാണുമ്പോൾ പറയാം. അതല്ല, അവരോടൊന്നും വെഡിത്തം പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ മുഖം കാണുമ്പോൾ ആരും വെഡിത്തം പറയണല്ലേ, അത് ഇങ്ങനെ ആരും മുഖത്ത് നോക്കി ഇങ്ങനത്തെ വെഡിത്തം പറയണം. അപ്പോൾ അങ്ങനെ വളർന്നു വരുമ്പോൾ അങ്ങനെ വരണം. അപ്പോൾ നിങ്ങൾ വേറെ ഒരു വെഡീനെ സ്വപ്നം കണ്ടിട്ട് എന്തൊക്കെ പറയണം. മറിയത്തിനും കുറേ പേര് കുറ്റം പറഞ്ഞിരുന്നു അന്നൊക്കെ, പക്ഷേ അതൊന്നും മറിയത്തിന് എന്ത് വെച്ചു. അപ്പോൾ ഔസപിതാവ് സ്വീകരിച്ചു. പിന്നെ ഔസപിതാവിന് വേറെ മക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ മറിയത്തിനെ ആരാധിക്കണ കാര്യമല്ല പറയണേ,
മറിയത്തെയും സ്ത്രീകളെയും മനുഷ്യരെയും ഹ്യൂമൻസിനെയും മൃഗങ്ങളെ ആരാധിക്കരുത്, പിന്നെ പാതിരികളുടെ ആവശ്യമില്ല എന്നൊക്കെ പറയാം. അതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതിയതും വായിച്ച് കണ്ടു വെച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കേട്ട മനസ്സിലാക്കുക? അതാണ് ഞാൻ ചോദിക്കണേ. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ കാലം പോയി, ആ സാക്രിഫൈസ് വാല്യൂകളൊക്കെ ചെയ്ത് തീർന്നു. ഇപ്പോൾ ഒരു കൃപയുടെ കാലം കൃപാസനത്തിൻ്റെ കാര്യമല്ല പറഞ്ഞു. കൃപാസനം ഇപ്പോൾ സ്ത്രീകളെയും മൃഗങ്ങളെയും ഹ്യൂമൻസിനും ആരാധിക്കേണ്ട, ജീവനുള്ള ദൈവം സ്ത്രീയോ അല്ല, ഹ്യൂമൻസ് മൃഗമല്ല എന്ന് പറയും. അപ്പോൾ ആ രീതിയിൽ നടക്കണം. അപ്പോൾ ആ